സ്നോ മാനിയ നമ്മൾ ട്രിവാൻഡ്രത്ത് ഈഞ്ചക്കലിൽ മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്ന ഒരു വെക്കേഷനിൽ വന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള് മഞ്ഞാണ്. മഞ്ഞും ഐസ് കട്ടയൊക്കെയാണ് തറയിലും എല്ലാം. അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. വെക്കേഷൻ അടിച്ചു പൊളിക്കാം. ഇത് ഒരാൾക്ക് വരുന്നത് 550 രൂപയാണ് പെർ ഹെഡ് വരുന്ന ഒരാൾക്ക്. പിന്നെ അവർ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതായി കാണുന്ന പോലെ ജാക്കറ്റും അതുപോലെ തന്നെ നല്ലൊരു കട്ടിയുള്ള ഷൂസും പിന്നെ ഒരു കയ്യുറയും തരും. രാവിലെ കയറി കഴിഞ്ഞാൽ നൈറ്റ് വരെ വേണമെങ്കിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊരു അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂറിന് മുകളിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ കൈയൊക്കെ ഐസായി മരവിച്ചു പോകും. അത്രയ്ക്ക് തണുപ്പാണ്. നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നമ്മൾ സ്നോ സിറ്റി പോയിട്ടുണ്ട്. അതിനേക്കാൾ ഹെവിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരണമെന്ന് വിചാരിച്ച് നമ്മൾ മോളെയും കൊണ്ട് ഇങ്ങോട്ട് കയറിയത്. ഇപ്പോൾ വരുന്നവർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ജാക്കറ്റും കയ്യുറയൊക്കെ തരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടുതലായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോക്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു സോക്സും തരും, ഷൂസും തരും. അപ്പോൾ അതിന് പുറമേ ഓൾറെഡി ഒരു സോക്സ് ഇട്ടുകൊണ്ട് വന്നാൽ കുറച്ചുകൂടെ നല്ലതായി. മോളെ കൈയൊക്കെ നല്ല മരവിച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പോഴും ഞാനും നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. അതാണ്ട വായി കൂടെ പോയേക്ക് പറഞ്ഞാണ്ട. എന്തായാലും പൈസ കുറച്ച് കൂടുതലാണ്, ക്യാഷ് കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല കിടിലൊരു സംഭവമാണ്, അനുഭവമായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും വലിയൊരു എമൗണ്ട് കൊടുത്ത് കുളും മണാലിയൊന്നും പോകാനായിട്ട് പറ്റാത്തവർക്ക് എന്തായാലും ഒരു ചെറിയ രീതിക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ്ട് ഐസ് കെട്ടുകൊണ്ടുള്ള കസേരയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാം. ഓക്കെ.